പറഞ്ഞു പതിരായിട്ടും പരിഹാരമില്ലാതെ തുടരുകയാണ് കോതമംഗലം കോട്ടപ്പടി നിവാസികൾ നേരിടുന്ന കാട്ടാന ശല്യം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾക്ക് അനങ്ങാപ്പാറ നയമായതോടെ പ്രതിസന്ധിയിലാണ് ഈ നാടൊന്നാകെ. കാടിറങ്ങുന്ന ഭീതി എന്ന ആലങ്കാരിക പ്രയോഗത്തിനപ്പുറം കോതമംഗലം കോട്ടപ്പടി വാവേലി വടക്കും ഭാഗം നിവാസികൾ കാലങ്ങളായി ഉള്ളിൽ പേർന്ന ഭയമത്രയും ഈ വില്ലനെ കുറിച്ചാണ്. ഒന്നല്ല, അനുദിനം ഒരുപാട് പേർ വില്ലന്മാരായി ഈ പ്രദേശത്ത് വിരാജിക്കുന്നുണ്ട്. കൃഷി ചെയ്യാനോ പുറത്തിറങ്ങാനോ വീട്ടുവരാന്തയിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിരിക്കാനോ കഴിയാത്ത സ്ഥിതി. ഇന്നും ഇന്നലെയുമല്ല, 10 വർഷത്തിലേറെയായി ഇവിടുത്തുകാർ പേറുന്ന ദുർവിധി. എല്ലാം നശിപ്പിച്ച് കളഞ്ഞാതെ ഒരു സാധനം പോലും ഇതിനല്ല. ഒരു 10,000-80,000 രൂപയ്ക്ക് അടുത്തോളം ഞങ്ങൾക്ക് ഇതിനകത്ത് നഷ്ടമുണ്ട്. എല്ലാവരുടെയും പാടത്തുനിന്ന് കൊയ്ത് കയറി പോകുമ്പോൾ ഞങ്ങളുടെ പാടത്ത് മാത്രമേ യാതൊരു സാധനവും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വിളവെടുക്കാറായ ഗ്രേസിയുടെ നെൽപ്പാടങ്ങൾ കാട്ടാനക്കൂട്ടം ഉഴുതുമറിച്ച നിലയിലാണ്. വിയർപ്പുറ്റി നിർത്തിയ പാടത്ത് നിന്ന് പ്രതീക്ഷകൾ ഇനി അവർക്ക് കൊയ്തെടുക്കാൻ കഴിയില്ല. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് തോട്ടങ്ങളിലേക്ക് പോകാനോ സന്ധ്യ കഴിഞ്ഞാൽ നഗരത്തിൽ നിന്ന് തൊഴിൽ കഴിഞ്ഞെത്തുന്നവർക്ക് ഒരു ഓട്ടോ പിടിച്ച് എത്താനോ ഈ നാട്ടിൽ ഇപ്പോൾ കഴിയുന്ന സ്ഥിതിയില്ല. കാട്ടാനയെ ഭയന്ന് ആരും ഇവിടേക്ക് വരാതെയായി. രാവിലെ 7:30 റബ്ബർ എടുക്കൊണ്ടിരുന്നപ്പോഴാണ് ആന എന്നെ എടുത്തറിഞ്ഞ് ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ പോയി ഒരു 5-6 മാസത്തോളം കഴിഞ്ഞ് കൂടി 1 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് തന്നു. ഒരു 2-2.5-3 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പയ്യെ വെട്ടാൻ പോയി തുടങ്ങിയുള്ളൂ. അത് വൈകിട്ട് 4 മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്ക് ആന വരും. പാലും എടുക്കാൻ പറ്റാനുള്ള ചട്ടപ്പാലാക്കി കൊടുക്കുകയാണ്. നാളുകൾക്ക് മുമ്പാണ് രഞ്ജുവിനെ കാട്ടാന ഓടിച്ചത്. 3 ലക്ഷത്തിലേറെ രൂപ ചികിത്സയ്ക്കായി വേണ്ടി മാത്രം വന്നു. അടിയന്തര സഹായം എന്നോണം സർക്കാർ 1 ലക്ഷം രൂപ നൽകി. പക്ഷെ ഇപ്പോഴും തൊഴിലെടുക്കാൻ കഴിയില്ല. ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ഉപാധി ഹാങ്ങിങ് ഫെൻസിംഗ് ആയിരുന്നു. അശാസ്ത്രീയവും അപകടകരവുമാണ് എന്ന് പറഞ്ഞിട്ടും അന്താരാഷ്ട്ര വൈൽഡ് ലൈഫ് ക്ലാസുകൾ നിരത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ന്യായീകരിച്ചു. ഫെൻസിംഗ് തകർത്ത് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലാണ്. 10-ലേറെ കാട്ടാനകൾ ഇവിടുത്തെ വിവിധ കിണറുകളിൽ വീണിട്ടുണ്ട്. കുർബാനപ്പാറ മേഖലയിൽ 15 കുടുംബങ്ങൾ നാട് തന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോഴും ഫെൻസിംഗ് എന്ന ഒറ്റ ഉപായത്തിലൂന്നിയാണ് വനം വകുപ്പിന്റെ പ്രതിരോധ നടപടി. ഇവിടെ ആനശല്യം ഭയങ്കര ശല്യ. അതുകൊണ്ട് ഈ സാധനം വേണ്ട, ഇവിടെ ഈ കമ്പിക്കാലൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ ട്രെഞ്ച് കത്തിയത് ഞങ്ങൾക്ക് ആന ഇങ്ങോട്ട് കിടക്കാണ്ട്. ഇതിട്ടിട്ടോ യാതൊരു പ്രയോജനം ഇവിടെ ഇല്ല. എന്നാ പ്രയോജനം? ആന വന്നഴി ചവിട്ടിപ്പൊളിച്ച് വെച്ച് ഇങ്ങോട്ട് കിടക്കുക. ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? സർക്കാർ കാശ് മുടക്കിയിട്ടുള്ള പ്രയോജനം ഉണ്ടോപ്പേ? അത് വേണ്ട എന്നാ എനിക്ക് പറയാനുള്ളൂ. മലയാറ്റൂർ വനമേഖല കടന്ന് പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് ആന എത്താതിരിക്കാൻ ട്രെഞ്ച് വേണം. അത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 8 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ സോളാർ ഫെൻസിംഗ് എന്ന ഏക ഉപായത്തിൽ അവർക്ക് വിശ്വാസമില്ല. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ഉറക്കം കളഞ്ഞും ജീവിതം മരവിച്ചതല്ലാതെ പരാതി കേൾക്കാനോ പരിഹാരം കാണാനോ ആരും ഈ വഴി വന്നിട്ടില്ല. ഇനി വരുമെന്ന പ്രതീക്ഷയും ഇവർക്കില്ല. പുരയിടങ്ങൾ പൊളിച്ചും വീട്ടകങ്ങൾ തകർത്തും കാട്ടാനക്കൂട്ടം മതിച്ചു നടക്കുകയാണ് ഇവിടെ. പുറത്തിറങ്ങാൻ ഭയമാണ് എന്നീ നാട്ടുകാർ പറയുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. കാലം ഇത്ര കടന്നിട്ടും അധികൃതർക്ക് ഇതൊരു വിഷയമല്ല. അവരുടെ വീടിന് മുന്നിലെത്തുന്നത് വരെ ഇവർക്കിതൊരു വിഷയമാവുകയുമില്ല. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.